വ്യാജ മാലമോഷണം ആരോപിച്ചൊരു ദളിത് സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് മനുഷ്യാവകാശങ്ങൾ പോലും ലംഘിച്ച് മണിക്കൂറുകളോളം കസ്റ്റഡിയിൽ വെച്ചപ്പോഴും കുടിക്കാൻ ഒരിറ്റു വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസ് വെള്ളത്തിലേക്ക് വിരൽ ചൂണ്ടിയപ്പോഴും പൊള്ളാത്ത ചിലരുണ്ടായിരുന്നു ഇവിടെ. ദളിതനായതുകൊണ്ട് മാറ്റി നിർത്തിയെന്ന് പദം പറഞ്ഞ നേതാക്കൾക്ക് പോലും അന്ന് ആ ദളിത് സ്ത്രീക്ക് വേണ്ടി ഒരു വാക്കുരുവിടാൻ സാധിച്ചില്ല. പക്ഷെ ഇന്നവർ ജയിലിൽ കിടന്നൊരു തന്ത്രിക്ക് ലഭിച്ച സൗകര്യങ്ങൾ തേടി ഇറങ്ങിയിട്ടുണ്ട്. സർക്കാരിന് വേണ്ടപ്പെട്ടവർക്ക് ജയിലിൽ പ്രത്യേക പരിഗണന നൽകുന്നുവെന്ന് നാഴികയ്ക്ക് 40 എന്ന കണക്കിൽ ആരോപണം ഉന്നയിക്കുന്നവർക്ക് പക്ഷേ തന്ത്രിക്ക് പ്രത്യേക സൗകര്യം നൽകാത്തതിലാണ് പ്രശ്നം. ബ്രാഹ്മണ്യത്തിന് മുന്നിൽ നിയമം മുട്ടിലിടണമെന്നാണോ അപ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ മതേതരർ എന്ന് അവകാശപ്പെടുന്നവരുടെ നിലപാട്? അരികുവൽക്കരിക്കപ്പെട്ടവന്റെ അവകാശ നിഷേധത്തിനെതിരെ പ്രതികരിച്ച ഒരു പുരോഹിതനെ രാത്രിക്ക് രാത്രി പോലീസിന്റെ വണ്ടിയിൽ വലിച്ചിട്ട് കൊണ്ടുപോയപ്പോഴും വിറയിലുള്ള കയ്യിൽ ഗ്ലാസ് പിടിക്കാനാകാതെ സിപ്പർ ബോട്ടിലിനായി 50 ദിവസം നിയമത്തിന് മുന്നിൽ കാത്തുകിടക്കേണ്ടി വന്നപ്പോഴും ഇല്ലാത്ത പൊള്ളലാണ് തന്ത്രി ജയിലിൽ കിടക്കുമ്പോൾ ചിലർക്ക്. അങ്ങേയറ്റം സെൻസേഷണലായ കേസിൽ കുറ്റപത്രം പോലും സമർപ്പിക്കുന്നതിന് മുൻപ് തന്ത്രി നിരപരാധിയെന്ന് വിധിച്ചിട്ടുണ്ട് കോടതി. നല്ലത്. നാട്ടിൽ പ്രതിപക്ഷം ഇടപെടേണ്ട മറ്റൊരു പ്രശ്നവും ഇല്ലാത്തതിനാലാകണം തന്ത്രിക്ക് വേണ്ടി നിയമസഭ സ്തംഭിപ്പിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. കോടതിയിലും നിയമ സംവിധാനങ്ങളിലുമൊക്കെ അങ്ങേയറ്റം വിശ്വാസമുണ്ടാകുന്നത് നല്ലത് തന്നെ. പക്ഷേ ഈ വിശ്വാസം സെലക്റ്റീവ് ആകുന്നിടത്താണ് പ്രശ്നം. SITയുടെ അന്വേഷണത്തിൽ ഒരു പ്രശ്നവുമില്ലെന്ന് പറയുന്ന കോടതിയെ വിശ്വാസമില്ല. പക്ഷേ തന്ത്രിയുടെ അറസ്റ്റിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്ന കോടതി കാത്തിരുന്നു കിട്ടിയ സുവർണാവസരമാകുന്നു.